ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോൾ പോലെ പൊങ്ങി വരുന്ന രീതിയിൽ എങ്ങനെ നല്ല അടിപൊളി ബട്ടൂരാസ് നമുക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പേ ഞാനൊരു ബട്ടൂരയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബട്ടൂരയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു വെക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് തന്നെ ഇവിടെ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ റവ നമുക്കെടുക്കാം. നമുക്ക് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിനൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബേക്കിംഗ് പൗഡർ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റവയും വെള്ളവും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള തൈര് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മൾ വലിയ സ്പൂണാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഓയിലിനും തൈരിനുമായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ മാവിനേക്കാൾക്ക് കുറച്ചുകൂടെ സോഫ്റ്റും കുറച്ച് സ്റ്റിക്കിയും ആയിട്ടുള്ള ഒരു ഡോ ആണ് ഇതിന് നമുക്ക് ആവശ്യമുള്ളത്. എത്രത്തോളം ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടോ നമ്മുടെ ഡോക്ക്, അത്രയും നന്നായിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബട്ടൂര പൊങ്ങി വരിക. അപ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ ആദ്യം നന്നായിട്ട് ഒന്ന് ഈ പാത്രത്തിലിട്ട് കുഴച്ചതിന് ശേഷം ഞാനൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ട് വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, പക്ഷേ എന്നാലും കുറച്ചധികം സമയം നമ്മളിതിനെ കുഴച്ചെടുത്ത് നല്ല ഗ്ലൂട്ടനൊക്കെ ഫോമായി നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ച് കുറച്ചായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർക്കാതിരിക്കുക. നിങ്ങൾ കാണാൻ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്, എന്നാലും നല്ല ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലെത്തുന്നത് വരെ ഒരു 4-5 മിനിറ്റ് നമ്മളിതിനെ കുഴച്ചെടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ പാത്രത്തിനൊന്ന് സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കാനായിട്ട് അതൊന്നും ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ പാത്രത്തിന് സ്റ്റിക്ക് ചെയ്യില്ല, അതിന് മുകളിൽ സ്കിന്ന് പോലെ കെട്ടി നിൽക്കുകയും ചെയ്യില്ല. അതിനുശേഷം ഞാനിവിടെ ഒരു ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്ത് ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ നമുക്കിത് മാറ്റിയേക്കാം. അതിനുശേഷം നമ്മളിതെടുത്ത് ഇത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഈ പ്ലാസ്റ്റിക് റാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ജസ്റ്റ് ഒരു നന്ന തുണി വെച്ച് ഇതിനെ കവർ ചെയ്താലും മതിയാവും. ഓക്കെ, നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ആ ഒരു സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കാം. ഇതൊരു മീഡിയം സൈസ്, കുറച്ച് കുഞ്ഞു ബട്ടൂരാസ് ആണെങ്കിൽ ഒരു 7 മുതൽ 8 വരെ ബട്ടൂരാസ് നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് അതിൻ്റെ ഒരു അളവിൽ മാറ്റം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെവിടെയും ആ ഒരു നമ്മൾ ജോയിൻറ്റ്സ് കാണാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഏതാണ് താഴ്ഭാഗം ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ ബോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല പൊങ്ങി വന്നിട്ടുള്ള ബട്ടൂരാസ് കിട്ടുക. അപ്പോൾ ഇത് നമ്മളിവിടെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ്സിൽ വരുന്ന രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വലുതായിട്ട് പരത്താം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്നും ഇത് ചെറുതാവും എന്തായാലും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചൂടുള്ള ഓയിലിട്ടുക. അതുപോലെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ബട്ടൂര അത് മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോഴേക്കും അത് നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ആ സൈഡും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. 2 സൈഡും നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഈ ബട്ടൂര ഉണ്ടാക്കുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നല്ല സോഫ്റ്റായിട്ട് ഡോ കുഴച്ചെടുക്കുക. പിന്നെ രണ്ടാമത് ആ ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ക്രാക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അത്രയും സ്മൂത്തായിട്ട് വേണം അതിന് ബോൾ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മുടെ പെർഫെക്റ്റ് ബട്ടൂരാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.